നമസ്കാരം. ഉത്രാടപ്പാച്ചിൽ ഒരു ഒന്നൊന്നര പാച്ചിലാണ്. വെറുതെ അങ്ങ് പായുകയല്ല, ഓണത്തിനുള്ളതെല്ലാം വാങ്ങിക്കൂട്ടുകയാണ് മലയാളികൾ. പഴങ്ങൾ, പച്ചക്കറികൾ, ഓണക്കോടി, വീട്ടുപകരണങ്ങൾ തുടങ്ങി കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങിക്കൂട്ടും. തുണിക്കടകളിലേക്ക് അടുക്കാൻ പറ്റില്ല. വിപണിയുടെ പ്രധാന ഉത്സവം ഇന്നാണ്. ഇലക്ട്രോണിക് സാധനങ്ങളും വീട്ടുപകരണങ്ങളും വമ്പൻ ഓഫറിൽ. ഉത്രാടപ്പാച്ചിൽ ഒരു പറച്ചിൽ മാത്രമാണ്. ഓണനാളുകളിലെല്ലാം പാച്ചിലാണ്. കച്ചവട സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന വർധന ഓണത്തിനാണ്. അത് കരുതിക്കൂട്ടിയാണ് വിപണിയുടെ മുന്നേറ്റം. കാണം വിൽക്കേണ്ട കാര്യമില്ല. ₹1 ആദ്യം അടച്ചാൽ സാധനം EMI വ്യവസ്ഥയിൽ വീട്ടിലെത്തും. ഓണനാളുകളിൽ മലയാളികളെല്ലാം ഉടുത്തൊരുങ്ങി ഉണ്ടുമടുത്ത് ആഘോഷിക്കട്ടെ. ഒരു കാര്യം കൂടി, ഓണം കഴിയുമ്പോൾ മലയാളികളുടെ ഓണം കുടി വരുമാനം റെക്കോർഡ് മറികടക്കും. പ്രധാന വാർത്തകൾ. GST ഭരണ പരിഷ്കരണത്തെ വിമർശിച്ച് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ടാഗ്ലൈൻ ഒരു രാഷ്ട്രം 9 നികുതികൾ എന്നാക്കിയതായി ആരോപണം. ചരക്ക് സേവന നികുതി വെട്ടിക്കുറച്ചതോടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്ന പ്രതീക്ഷയിൽ രാജ്യം. ഗ്രാമീണ മേഖലയിൽ ഡിമാൻഡ് ഉയരുമെന്ന് വിദഗ്ധർ. വാഹന വിൽപ്പനയിൽ വൻ കുതിപ്പിന് സാധ്യത. ചെറുകാറുകൾ, ബൈക്കുകൾ, SUVകൾ എന്നിവയുടെ നിരക്ക് 18% കുറച്ചു. ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് സാധാരണക്കാരും. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കുള്ള GST ഒഴിവാക്കി. ഭവന നിർമ്മാണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിച്ച് നികുതി പരിഷ്കരണം. സിമന്റിന്റെയും സ്റ്റീലിന്റെയും GST കുറയുന്നത് ഗുണകരം. ഓണസദ്യ രുചികളുടെ ഒരു കൂട്ടാണെങ്കിൽ അത് വിളമ്പുന്നത് നമ്മുടെ സ്വന്തം തൂശനിലയിലാണ്. പണ്ടൊക്കെ ഓണം അടുക്കുമ്പോൾ നമ്മൾ പോയി നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് വേണ്ട വാഴയിലൊക്കെ കീറിയെടുത്തോണ്ട് വരും. അറ്റത്ത് കറികളൊക്കെ വിളമ്പി നമ്മൾ ഭക്ഷണം കഴിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുപോലെ തൂശനിലയൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകണം. വിപണിയിൽ വാഴയിലയ്ക്കും വൻ ഡിമാൻഡ്. വില കൂടിയിട്ടും വിൽപ്പന സജീവം. ഇതൊക്കെയാണ് പ്രധാന വാർത്തകൾ. ഇനി വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം ഓഹരി വിപണിയിലേക്കാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 150 പോയിന്റ് ഉയർന്ന് 80,718-ലും നിഫ്റ്റി 19 പോയിന്റ് ഉയർന്ന് 24,734-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ എമാൻഡം, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് എന്നിവ മികച്ച നേട്ടമുണ്ടാക്കിയപ്പോൾ മാരുതി സുസുക്കി, BEL, HCL ടെക്നോളജീസ് എന്നിവ നഷ്ടത്തിൽ അവസാനിച്ചു. സെക്ടർ സൂചികകളിൽ നിഫ്റ്റി ഓട്ടോ 0.85%, FMCG 0.24% നേട്ടമുണ്ടാക്കി. അതേസമയം PSU ബാങ്ക് 1.11%, IT 0.94%, മീഡിയ 0.78% ഇടിഞ്ഞു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികൾ 0.60% വീതം ഇടിഞ്ഞു. GST ഭരണ പരിഷ്കരണത്തെ വിമർശിച്ച് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ടാഗ്ലൈൻ സർക്കാർ ഒരു രാഷ്ട്രം 9 നികുതികളാക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇത് GST 1.5 ആണെന്ന് കോൺഗ്രസ് ആക്ഷേപിച്ചു. യഥാർത്ഥ GST 2.0-നായി കാത്തിരിക്കുകയാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. സ്വകാര്യ നിക്ഷേപത്തെ ഉത്തേജിപ്പിക്കാനും SMEകളുടെ ഭാരം ലഘൂകരിക്കാനും GST പരിഷ്കാരങ്ങൾക്ക് കഴിയില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. 2017-ൽ GST സംവിധാനം ആരംഭിച്ച ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ടാഗ്ലൈൻ സർക്കാർ വളച്ചൊടിച്ച് ഒരു രാഷ്ട്രം 9 നികുതികൾ ആക്കി മാറ്റിയതായും കോൺഗ്രസ് മേധാവി മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. GSTയുടെ നിലവിലെ രൂപകൽപ്പനയും ഇന്ന് വരെ നിലവിലുള്ള നിരക്കുകളും ആദ്യം തന്നെ അവതരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് 4 തവണ കേന്ദ്ര ധനമന്ത്രിയായ മുതിർന്ന നേതാവ് P. ചിദംബരം എക്സിൽ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നസരസു ആശങ്ക പ്രകടിപ്പിച്ചു. നികുതി കുറച്ചതിന്റെ ഫലമായി വരുമാനത്തിലുണ്ടായ ഇടിവ് BJP ഇതര സംസ്ഥാന സർക്കാരുകളും യോഗത്തിലെടുത്തു കാട്ടി. ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിലുള്ള സെസ് വ്യവസ്ഥ തുടരുക, അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളുടെ നികുതി വർദ്ധിപ്പിക്കുക എന്നീ 2 പരിഹാരങ്ങൾ തമിഴ്നാട് മന്ത്രി മുന്നോട്ട് വെച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചരക്ക് സേവന നികുതി വെട്ടിക്കുറച്ചതോടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്ന പ്രതീക്ഷയിൽ രാജ്യം. ഗ്രാമീണ മേഖലയിൽ ഡിമാൻഡ് ഉയരുമെന്ന് വിദഗ്ധർ. GST കൗൺസിൽ 5% 18% ഇരട്ട നികുതി ഘടന അംഗീകരിച്ചു.
12%-യും 28%-യും സ്ലാബുകൾ നീക്കം ചെയ്തു. ടൂത്ത് പേസ്റ്റ്, ഹെയർ ഓയിൽ, സോപ്പുകൾ തുടങ്ങി അവശ്യവസ്തുക്കൾ 5% സ്ലാബിൽ കൊണ്ടുവന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും MRP അടിസ്ഥാനമാക്കി 2 വിഭാഗങ്ങളുണ്ട്. 2500 രൂപയിൽ താഴെ വിലയുള്ള വസ്ത്രങ്ങൾക്ക് 5% നികുതി തുടരും. 12% നിരക്കുള്ള ചില വിഭാഗങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. AC, വാഷിംഗ് മെഷീനുകൾ, TV സെറ്റുകൾ എന്നിവയുടെ നിരക്ക് 28%-ൽ നിന്നും 18%-ആയി കുറച്ചു. 1200 cc താഴെയുള്ള കാറുകളുടെ നികുതി 28%-ൽ നിന്ന് 18%-ലേക്ക് താഴ്ത്തി. ആഡംബര വസ്തുക്കൾക്ക് 40% വരെ ഉയർന്ന ലെവികൾ ചുമത്തും. പുതുക്കിയ നിരക്കുകൾ 2025 സെപ്റ്റംബർ 22 മുതൽ ബാധകമാണ്. ഈ പരിഷ്കാരങ്ങൾ വെറും നിരക്ക് പരിഷ്കരണമല്ല, ഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. ജീവിതം സുഗമമാക്കുക എന്നതാണ് ഉദ്ദേശം. 2 സ്ലാബുകൾ മാത്രമേ ഇനിയുണ്ടാവൂ. സാധാരണക്കാരനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി സാധാരണക്കാർക്കെല്ലാം കാർ വാങ്ങാം. വാഹന വിൽപ്പനയിൽ വൻ കുതിപ്പിന് സാധ്യത. ചെറുകാറുകൾ, ബൈക്കുകൾ, SUVകൾ എന്നിവയുടെ നിരക്ക് 18%-ആയി കുറച്ചു. GST കൗൺസിൽ ചെറുകാറുകൾ, ബൈക്കുകൾ, SUVകൾ, ടയറുകൾ എന്നിവയുടെ നിരക്ക് കുറച്ചു. ബുധനാഴ്ചയാണ് നികുതി 18%-ആയി കുറച്ചത്. 1200 cc താഴെയുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 1500 cc താഴെ വരുന്ന ഡീസൽ വാഹനങ്ങൾക്കുമാണ് നികുതി കുറയ്ക്കുന്നത്. 10 മുതൽ 11% വരെ നികുതി കുറച്ചാൽ ചെറുകാറുകളുടെ വിലയിൽ 12 മുതൽ 13% വരെ കുറവുണ്ടാകും. GST നിരക്കിൽ വരുന്ന മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ചെറുകാറുകളുടെ വിപണിയാണെങ്കിലും 4 മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങളുടെ നികുതി നിരക്ക് 28%-ൽ നിന്ന് 18%-ആയി കുറയും. വലിയ മോഡലുകൾക്ക് 40%-ആയും കുറയുന്നതിനാൽ വലിയ SUVകൾക്കും നേട്ടമാകും. ഈ മാസം 22-നാകും പുതിയ GST ഘടന നിലവിൽ വരിക. ഓട്ടോമൊബൈൽ വിലയിലെ കുത്തനെയുള്ള വർധനവും വരുമാന വളർച്ച കുറഞ്ഞതും വാങ്ങലുകാരെ വിപണിയിൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. 350 cc താഴെ എഞ്ചിൻ ശേഷിയുള്ള മോട്ടോർ സൈക്കിളുകൾക്കും 28%-ൽ നിന്ന് 18%-ആയിരിക്കും നികുതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് സാധാരണക്കാരും വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കുള്ള GST ഒഴിവാക്കിയിരിക്കുന്നു. നിലവിൽ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ചേർത്തിട്ടുള്ള 18% GST ഇനി ബാധകമാകില്ല. ഈ മാറ്റം ഉപഭോക്താക്കൾ നൽകുന്ന മൊത്തം തുകയിൽ കുറവ് വരുത്തും. രാജ്യത്ത് കൂടുതൽ പേരെ ഇൻഷുറൻസിന്റെ ഭാഗമാക്കാനുള്ള നീക്കത്തിന് ഇത് ശക്തി പകരും. നിലവിൽ അടിസ്ഥാന പ്രീമിയം 200 രൂപയാണെങ്കിൽ 18% GST കൂടി ചേർത്ത ശേഷം അടയ്ക്കുന്ന അന്തിമ തുക 236 രൂപയാണ്. അതായത് നികുതി മാത്രം 36 വരും. GST ബാധകമല്ലാതാകുന്നതോടെ ഇത് നൽകേണ്ടി വരില്ല. ഇത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുന്നു. ഗവൺമെൻറ് എടുത്തിട്ടുള്ള വളരെ ശക്തമായ തീരുമാനങ്ങളിലൊന്നു തന്നെയാണ് ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിന് GST ഈടാക്കേണ്ട എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഒരുപക്ഷെ കമ്പനികൾക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ സൃഷ്ടിച്ചേക്കാം. ഗവൺമെൻറ് ഏകദേശം 9700 കോടിയോളം രൂപ GSTയിൽ കളക്ഷനിൽ കുറവ് വരും. പക്ഷേ കസ്റ്റമേഴ്സിന്, നമ്മൾ പോളിസി എടുത്തിരിക്കുന്നവർക്കും ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ വലിയ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ആണ് കിട്ടാൻ പോകുന്നത്. ബുധനാഴ്ച നടന്ന 56ാമത് GST കൗൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. 2025 സെപ്റ്റംബർ 22 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കമ്പനികൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. അതേസമയം ഇൻഷുറർമാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാത്തത് ഒരു ആശങ്ക ഉയർത്തുന്നതാണ്. കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഭവന നിർമ്മാണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിച്ച് നികുതി പരിഷ്കരണം. സിമന്റിന്റെയും സ്റ്റീലിന്റെയും GST കുറയുന്നത് വളരെ ഗുണകരമാകും. സിമന്റ്, സ്റ്റീൽ തുടങ്ങിയ പ്രധാന നിർമ്മാണ വസ്തുക്കളുടെ GST 28%-ൽ നിന്ന് 18%-ആയാണ് കുറച്ചത്. റിയൽ എസ്റ്റേറ്റ്, അടിസ്ഥാന സൗകര്യ മേഖലകൾക്ക് നേട്ടമാകും. സിമന്റ്, സ്റ്റീൽ, മറ്റ് ഇൻപുട്ടുകൾ എന്നിവ സാധാരണയായി മൊത്തം നിർമ്മാണ ചെലവിന്റെ ഏതാണ്ട് 40 മുതൽ 45% വരും. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും വീട് എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ പ്രഖ്യാപനം. കൂടുതൽ വീടുകൾ വെച്ചു നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. സിമന്റ്, സ്റ്റീൽ എന്നിവയുടെ GST നിരക്ക് കുറച്ച നടപടിയെ റിയൽ എസ്റ്റേറ്റ് മേഖല സ്വാഗതം ചെയ്തു. നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാനും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഭവന, അടിസ്ഥാന സൗകര്യ മേഖലകൾക്ക് വലിയ പ്രചോദനം നൽകുന്നതാണ് തീരുമാനമെന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് കുതിക്കുകയാണ് സ്വർണ്ണവില. ഇന്ന് നേരിയ ഇടിവുണ്ടായിട്ടുണ്ട്. പവന് 120 രൂപയും ഗ്രാമിന് 20 രൂപയുമാണ് കുറഞ്ഞത്. ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് 78,360 രൂപയും ഗ്രാമിന് 9,795 രൂപയുമാണ് വില. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിലയിലും കുറവുണ്ട്. ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 8,045 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 133 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. GST ഭരണ പരിഷ്കരണത്തെ വിമർശിച്ച് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ടാഗ്ലൈൻ ഒരു രാഷ്ട്രം 9 നികുതികൾ എന്നാക്കിയതായി ആരോപണം. ചരക്ക് സേവന നികുതി വെട്ടിക്കുറച്ചതോടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്ന പ്രതീക്ഷയിൽ രാജ്യം. ഗ്രാമീണ മേഖലയിൽ ഡിമാൻഡ് ഉയരുമെന്ന് വിദഗ്ധർ. വാഹന വിൽപ്പനയിൽ വൻ കുതിപ്പിന് സാധ്യത. ചെറുകാറുകൾ, ബൈക്കുകൾ, SUVകൾ എന്നിവയുടെ നിരക്ക് 18% കുറച്ചു. ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് സാധാരണക്കാരും. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കുള്ള GST ഒഴിവാക്കി. ഭവന നിർമ്മാണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിച്ച് നികുതി പരിഷ്കരണം. സിമന്റിന്റെയും സ്റ്റീലിന്റെയും GST കുറയുന്നത് ഗുണകരം. ഓണസദ്യ രുചികളുടെ ഒരു കൂട്ടാണെങ്കിൽ അത് വിളമ്പുന്നത് നമ്മുടെ സ്വന്തം തൂശനിലയിലാണ്. പണ്ടൊക്കെ ഓണം അടുക്കുമ്പോൾ നമ്മൾ പോയി നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് വേണ്ട വാഴയിലൊക്കെ കീറിയെടുത്തോണ്ട് വരും. അറ്റത്ത് കറികളൊക്കെ വിളമ്പി നമ്മൾ ഭക്ഷണം കഴിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുപോലെ തൂശനിലയൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകണം. വിപണിയിൽ വാഴയിലയ്ക്കും വൻ ഡിമാൻഡ്. വില കൂടിയിട്ടും വിൽപ്പന സജീവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.